ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് ജനപ്രതിനിധികൾ ജയിലിൽ കിടന്നല്ല, അത് 30 ദിവസം മറ്റുമാണ്. ആ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതിന് ചർച്ചയ്ക്ക് വന്നപ്പോൾ തൃണമൂലുകാർ ഈ ബില്ലിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് കീറി അവതരിപ്പിക്കുന്ന അമിത്ഷായുടെ മുഖത്തേക്ക് എറിയാനായിട്ട് ശ്രമിക്കുന്നു. മൊത്തത്തിലൊരു കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ? ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് 1975 പാർലമെൻറ്റിലെ ഒരു സംഭവമാണ്. 1975 ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എന്താണെന്നറിയോ? ഇന്ത്യൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർമാർ, ഇവർ ഈ പദവിയിലിരിക്കുന്ന ആളുകൾ, അവർ ഈ പദവിയിലെത്തുന്നതിന് മുമ്പോ ആ പദവിയിലിരിക്കുമ്പോഴോ ചെയ്തിട്ടുള്ള ഒരു കാര്യവും കുറ്റകരമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നൊരു നിയമം. അതായത് ഇപ്പം ഞാൻ രാഷ്ട്രപതിയായി, ഞാൻ 5 വർഷം മുമ്പ് ഒരാളെ കൊന്നിട്ടുണ്ട്. തെളിവ് ഇപ്പോഴാണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. ഇപ്പം ഉയർന്ന പദവിയിലിരിക്കുന്നുണ്ടോ? ഞാനൊരു ഒരാളുടെ നിന്ന് വലിയൊരു തുക കോഴ വാങ്ങി, അതിൻ്റെ പേരിൽ എനിക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല. എപ്പോഴും പദവിയിലിരിക്കുമ്പോഴല്ല, പദവിയിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണെങ്കിലും എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പം തന്നെ രാഷ്ട്രപതിക്കും ഒക്കെ, രാഷ്ട്രപതി, ഗവർണർമാർക്കെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്കെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റില്ലെന്ന് നിയമം പണ്ട് മുതലേ ഭരണഘടന പറയുന്നതാണ്. കാരണം അവർക്ക് നിർഭയമായി പെരുമാറാൻ വേണ്ടിയിട്ട്, സ്വതന്ത്രമായി ഒരു നിയമ നടപടിയും ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒന്നും എതിരെടുക്കാൻ പാടില്ല. അതിനൊരു മുൻകാല പ്രാബല്യം വന്നുകൊണ്ട് അതിനകത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കുക ഇപ്പോഴും. മനസ്സിലായില്ലേ? പ്രധാനമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി. അതാണ് ഇന്ദിരാഗാന്ധി ചെയ്ത ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ മുൻകാല പ്രാബല്യം വന്നു. അതായത് പദവിയിൽ എത്തുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഇന്ദിരാഗാന്ധി താൻ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ തനിക്കെതിരെ ഇപ്പോഴും കേസെടുക്കാൻ പാടില്ല എന്നാണ് നിയമത്തിലുള്ള ഉദ്ദേശം. കൂട്ടത്തിൽ എന്നെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് മാത്രം നിയമം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർ എന്തു പറയും എന്ന് കരുതിയിട്ട് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവരൊക്കെ ഉൾപ്പെടുത്തി. ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കി. പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പറ്റിയില്ല, ലോക്സഭയിൽ പാസ്സാക്കാൻ പറ്റിയില്ല. 77 പിന്നീട് സർക്കാരൊക്കെ വീണതിന് ശേഷം ഈ ബില്ല് അട്ടത്ത് പോയി. അപ്പോൾ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് അലിഗേഷൻസ്, അഴിമതി ആരോപണങ്ങൾ, വോട്ട് തട്ടിച്ച ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാവുന്നത് എങ്ങനെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച്, സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി എന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള വൃത്തികേടുകൾ ഭരണത്തിലിരിക്കുകയും ഭരണത്തിലേറുന്നതിന് മുമ്പും കോൺഗ്രസ് അധ്യക്ഷ എന്ന നിലയിലും ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഒരിക്കലും ശിക്ഷിക്കാതിരിക്കാൻ അങ്ങനൊരു നിയമം കൊണ്ടുവന്ന ആളാണ് ഇന്ദിരാഗാന്ധി. അത് നമ്മളൊന്ന് പറഞ്ഞു വെക്കണം. ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്നത് എന്താ? പുതിയൊരു നിയമം വരുന്നു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു ഭേദഗതി വരുന്നു. ഭേദഗതി കൊണ്ടുവന്നിട്ട് പറയാൻ പോകുന്നത് 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷ, ഒരു കുറ്റം. ആ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ തടവിലാക്കുകയോ ചെയ്താൽ എത്ര ദിവസം? 30 ദിവസം വരെ തടവിലായാൽ അയാളുടെ സ്ഥാനം പോകും. അതിനകത്ത് മന്ത്രിമാർ മാത്രമല്ല, മുഖ്യമന്ത്രിമാർ മാത്രമല്ല, പ്രധാനമന്ത്രിക്കും ബാധകമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? പ്രധാനമന്ത്രിക്കെതിരെയും കേസെടുക്കാം എന്നതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലല്ല ഈ നിയമത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രിക്കെതിരെയും കേസെടുക്കാം. പ്രധാനമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രരിമാർ ഉൾപ്പെടെ, സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസുണ്ടായാൽ മാത്രം പോരാ, കേസിൽ അറസ്റ്റ് ചെയ്യണം, തടവുണ്ടാവണം. ആ തടവും 30 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യണം. 30 ദിവസം കിടന്നല്ല, 1 മാസം കിടക്കുമ്പോഴാണ്. 1 മാസം കിടന്ന ഇടയ്ക്ക് ജാമ്യം കിട്ടിയാൽ അത് ബ്രേക്കായി. അങ്ങനൊരു നിയമം കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നതിന്, ഒന്ന്, നേരത്തെ മുത്തലാഖിൻ്റെ കാര്യം പറഞ്ഞ, മുത്തലാഖ് ചൊല്ലിയാൽ ജയിലിൽ പോകും അല്ലേ? മുത്തലാഖ് ചൊല്ലിയാൽ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ജയിലിൽ പോകും. പിന്നെ മുത്തലാഖ് ചൊല്ലായിരുന്ന പോരെ? മുസ്ലിം പുരുഷന്മാരെ മുഴുവൻ ജയിലിലടയ്ക്കാൻ കൊണ്ടുവന്ന നിയമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം പുരുഷന്മാർ മുത്തലാഖ് ചൊല്ലാതിരുന്നാൽ ജയിലിൽ പോകത്തില്ല. ഇത് പറഞ്ഞ പോലെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ അഴിമതി ചെയ്യാതിരുന്നാൽ, കുറ്റകൃത്യങ്ങൾ ചെയ്തായിരുന്നാൽ ഇവർക്കെതിരെ കേസ് വരുമോ? ഇല്ല.
ഇനി നാളെ പദവിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ? അതാണ് പ്രശ്നം. നാളെ ഞാൻ ചിലപ്പോൾ ഒരു മന്ത്രിയാവാം, ഞാനൊരു MP ആവാം, അല്ലല്ലേ, ഞാനൊരു സംസ്ഥാന മന്ത്രിയാവാം, കേന്ദ്രമന്ത്രിയാവാം, പ്രധാനമന്ത്രിയൊക്കെ ആകാം എന്ന് ആഗ്രഹിക്കുന്നവർ പേടിക്കും. എടാ ഇത് വന്ന പണിയാണല്ലോ, ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ രാജ്യത്ത് അഴിമതി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലേ, ഒരു കേസ് പ്രതിയായി ശിക്ഷിക്കപ്പെട്ട അവൻ്റെ ജോലി പോകും, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും സസ്പെൻഷനിൽ നിൽക്കേണ്ടി വരും. മന്ത്രിമാർക്ക് ഇത് ബാധകമല്ല. പണ്ടൊക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്തൊക്കെ തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടുണ്ട്, ഉടനെ രാജിവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇല്ല. എത്ര കേസിൽ പ്രതി, ഇപ്പം സെന്തിൽ ബാലാജി തമിഴ്നാട്ടില് അല്ലേ, അയാളുടെ വീട്ടിൽ അയാളെ അറസ്റ്റ് ചെയ്തു, വീഡിയോ പിടിച്ചോണ്ട് പോയി, അയാൾക്ക് കസ്റ്റഡി വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നു, ബൈപ്പാസ് ചെയ്തു, ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇയാൾ ജാമ്യമൊക്കെ തരാം, ഇയാൾ പക്ഷേ ഭരണകാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അയാൾ നേരെ പോയി മന്ത്രിയായി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിന്നെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും, നിന്നോട് ഞാൻ ജാമ്യം തരുമ്പോൾ എന്താ പറഞ്ഞേ, നീ ഭരണപരമായ ഒരു ചുമതലയും വഹിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും പോയി മന്ത്രിയായിരിക്കുന്നോ, നിന്റെ ജാമ്യം കളഞ്ഞ് നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ രാജിവെച്ചത്. അപ്പം എങ്ങനെയും അധികാരത്തിൽ വരിക, അധികാരത്തിൽ കയറിയാൽ പിന്നെ അവിടുന്ന് പോവാതിരിക്കുക എന്നുള്ളത് ചിലരുടെ രോഗമാണ്. മനീഷ് സിസോദിയ അല്ലേ, അതെ, ഉപമുഖ്യമന്ത്രിയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രമാത്രം അശ്ലീലമായി ചിത്രീകരിച്ച ഒരാളില്ല. മുഖ്യമന്ത്രി ആയിട്ട് അയാൾ ജയിലിൽ പോയി കിടന്നു, രാജിവെക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആദർശം എന്ന് പറയുന്നത് ഈ പൊതുജീവിതത്തിൽ കാണിക്കേണ്ട ചില മാന്യത എന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ എന്തെല്ലാം അലിഗേഷൻ വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അലിഗേഷൻ വന്ന് അപ്പോൾ രാജിവെച്ചു പോയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അവസാനം രാജിവെച്ചത് KM മാണിയാണല്ലേ, സീസറുടെ ഭാര്യ എന്നുള്ള പ്രയോഗം ഹൈക്കോടതി പറഞ്ഞപ്പോൾ ആദ്യമൊന്നും രാജിവെച്ചു. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു KP വിശ്വനാഥൻ ഈ പറയുന്ന അലിഗേഷൻസ് ശരിയാണെങ്കിൽ മന്ത്രി തുടരാൻ അർഹതയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് രാജിവെച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു അഴിമതി ആരോപണം വന്ന അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. അതും ഒരു പ്ലസ് പോയിന്റ് അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലെ എത്ര MLA-മാരുടെ പേരിൽ സ്ത്രീപീഡന കേസ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് MLA-യുടെ പേര് വന്നിട്ടുണ്ട് അല്ലേ. അതെ. ഈ എറണാകുളം ജില്ലയിലെ MLA പ്രതിയാണ്, കേസുണ്ട്. ആരെങ്കിലും രാജിവെച്ചോ? പണ്ടാണ് രാജിവെക്കുന്നത്. ഇപ്പം അതൊന്നും രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ കേസ് നടത്തിക്കോളാം, ആരോപണമായിട്ടേക്കും ഇനി കേസ് നടത്തും. അപ്പോൾ രാഷ്ട്രീയത്തിൽ സദാചാരം, മാന്യത, ഒരു രാഷ്ട്രീയക്കാരൻ മറ്റുള്ളവർക്ക് മാതൃക, പൊതുപ്രവർത്തകൻ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ, ഇവർക്ക് നിയമത്തെ എതിർക്കാമായിരുന്നു. ഇതിനകത്ത് പ്രധാനമന്ത്രി എന്നുള്ള പദവി മാറ്റി നിർത്തി. പ്രധാനമന്ത്രിക്ക് മാത്രം ബാധകമല്ല, ബാക്കി എല്ലാവർക്കും ബാധകമാണെന്ന് വെച്ചിരുന്നാൽ എതിർക്കുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. നിങ്ങൾ നാളെ നരേന്ദ്രമോദിക്കെതിരെ കേസ് കൊടുക്കൂ, അതും ഇത് തന്നെയാണെന്ന് പറയും, ബാധകമാണെന്ന്. അപ്പോഴും പ്രധാനമന്ത്രിക്കും ബാധകമാണ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമം പ്രധാനമന്ത്രിക്ക് വരെ ബാധകമാവുന്ന നിയമം. അപ്പോൾ ഈ പദവിയിലിരിക്കുന്ന ആളുകൾ കുറ്റം ചെയ്യാതിരുന്നാൽ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് എപ്പോഴെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തട്ടിത്തെറിച്ചു പോയാലോ കേരളത്തിൽ? അല്ല, അത് വേണമെങ്കിൽ അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതുപോലെ പാർലമെന്റ് വിളിച്ചുകൊണ്ട് ഈ ബില്ലങ്ങ് ക്യാൻസൽ ചെയ്താൽ പോലെ. ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധി പറയണതുപോലെ. അല്ല, KC വേണുഗോപാൽ ഉൾപ്പെടെ ഒത്തിരി MP-മാരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒട്ടൊക്കെ. അല്ല, അതൊക്കെ അവർക്ക് അപ്പോൾ പാർലമെന്റിൽ വന്നിട്ട് അമെൻഡ് ചെയ്യാലോ. പക്ഷെ ഇപ്പോഴേ പേടിയായിരിക്കുന്നേ. പക്ഷേ ഇതിനകത്ത് വേറെ തമാശ എന്ന് പറയുന്നത്, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർലമെന്റിൽ ഇപ്പം അവർ ബില്ല് കീറി എറിയുന്നു. അതെ, അമിത്ഷായുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാമല്ലോ, നരേന്ദ്രമോദിക്ക് നേരെ സംസാരിക്കാമല്ലോ. ആരെങ്കിലും തടയുന്നുണ്ടോ? ഇപ്പം മോദി ഫാസിസ്റ്റാണെന്ന് പറയുന്നുണ്ട്. മോദിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് എത്രയോ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പറയുന്നു അല്ലേ. അതെ, ആരെയെങ്കിലും അതിൻ്റെ പേരിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്തായിരുന്നു? എന്തെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങൂല, പിടിച്ചോണ്ട് പോകുമായിരുന്നു. അതെ അല്ലേ. ഇപ്പം അത് കേരളത്തിൽ ഭരണം ഇല്ലാത്തതുകൊണ്ടാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ മോദിക്കെതിരെ തെറി പറയുന്നവരൊക്കെ പിടിച്ചോണ്ട് പോകണില്ലല്ലോ. ഇനി ഇവർ പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണെന്ന്. സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കണമെങ്കിൽ ഒന്നൊരു കേസ് വേണം അല്ലേ. കേസിൽ അറസ്റ്റ് ഉണ്ടാവണം. അറസ്റ്റ് ഉണ്ടായാൽ 30 ദിവസമെങ്കിലും തടവിൽ കഴിയണം. അറസ്റ്റ് ഇനിയിപ്പോൾ സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രം ഒരു കേസെടുത്ത് CBI കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CBI പൂട്ടിയിടുമല്ലോ, നേരെ കോടതി കൊണ്ടുപോകില്ലേ. കോടതി ഇത് പരിഗണിച്ചിട്ട് ജാമ്യം കൊടുത്താൽ 30 ദിവസം ആവത്തില്ലല്ലോ. ഇല്ല. അപ്പം കോടതി എന്നൊരു സംവിധാനമുണ്ട്. അപ്പം കോടതിയിൽ വിശ്വാസമില്ല. ഇനി മറ്റൊരു വാദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ. എത്ര സംസ്ഥാന സർക്കാർ ഇവർ ഭരിക്കുന്നുണ്ട്?
ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ആരാ? BJP ആണ്. പിന്നെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയുള്ള? തമിഴ്നാട് ഇലക്ഷൻ വരാൻ പോവാ, ഭരണം മിക്കവാറും മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബീഹാർ, കർണാടക ഇലക്ഷൻ ഭരണം മാറും ഇല്ലേ? അതെ. ആന്ധ്ര, തെലങ്കാന നമുക്കറിയാം, ഒരെണ്ണം കോൺഗ്രസിൻ്റെ കൂടെ, ഒരെണ്ണം NDA മുന്നണിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് സാർ? 2-3 സർക്കാരുകളെ പിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിമാരെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞങ്ങൾ മന്ത്രിമാരാണ്, ഞങ്ങൾ ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികളായാൽ പിറ്റേ ദിവസം മുതൽ ജനങ്ങളുടെ യജമാനന്മാരാണെന്ന് ഭാവിക്കുന്ന ഒരു വർഗമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നേരിട്ടോ അല്ലാതെയോ സ്പർശിക്കുന്ന ഒന്നും പാടില്ല. ഇപ്പോൾ ഈ നിയമം വന്നാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ബാധകമായ നിയമം. അതിൽ അറസ്റ്റ് ഉണ്ടാവണം, തടവുണ്ടാവണം, 30 ദിവസം കസ്റ്റഡി കഴിയണം. ഇനി തീർന്നില്ല, 30 ദിവസം കഴിഞ്ഞിട്ട് ഇവർ പുറത്ത് വന്നാൽ ഇവർക്ക് പഴയ സ്ഥാനത്ത് തിരിച്ചു വരാം. അതിന് തടസ്സമില്ല. അങ്ങനെയാണ് നിയമത്തിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. ഡ്രാഫ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഡ്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് കിട്ടിയ വിവരം, അതായത് കസ്റ്റഡിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പദവിയിലേക്ക് ബാക്കി കേസിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് നോക്കാം. അത്രയും ഉദാരമായ നാണക്കേടല്ലേ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ? ഒരു നാണക്കേടാണ്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ടാണ് ആ പീരീഡിൽ താൻ എന്താവണ്ട, മന്ത്രിയാവണ്ട. അതായത് ഈ പറഞ്ഞ പോലെ അയാളുടെ മെമ്പർഷിപ്പ് അല്ല പോകുന്നത്, പാർലമെന്റ് അംഗത്തോ അല്ല പോകുന്നത്, MLA സ്ഥാനം അല്ല പോകുന്നത്. മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആയിരിക്കെ നമ്മുടെ ഒരു സർക്കാരിൻ്റെ മന്ത്രി, മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? അപ്പോൾ എന്തിനേയും എതിർക്കുക എന്നുള്ള ശീലം. അത് മാത്രമല്ല, സിനു പറഞ്ഞ പോലെ നാളെ എനിക്കും ഈ ഗതി വന്നാലോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാലാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം അംഗത്വം നഷ്ടമാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് പോയത് അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഒരു പുതിയ നിയമം വരുന്നത് ചരിത്രപരമായ ഒരു നിയമമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ നിയമം തനിക്കും ബാധകമാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അതിനെ കണ്ട് പോസിറ്റീവായിട്ട് കാണുകയല്ലേ വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.